ഇതൊന്നും എൻ്റേതല്ല എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് അത് എല്ലാ യാഗങ്ങളും മറ്റ് ഹോമങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഹബീസിലേക്ക് അഗ്നിയിലേക്ക് ഹബീസ് ഇങ്ങനെ ചൊരിയുമ്പോൾ പറയുന്ന ഏറ്റവും വലിയ വേദമന്ത്രമുണ്ട്. ആ വേദമന്ത്രത്തിൽ പറയുന്നത് ഇതം അഗ്നീയമാണ്, ഇതൊക്കെ അഗ്നിക്കുള്ളതാണ്. ഇതം നമ എന്നാണ് പറയുന്നത്. ഇതൊന്നും എൻ്റേതല്ല എന്ന് മാത്രമല്ല എനിക്കുള്ളതല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഈ വരികളിൽ കാണുന്നത്. അങ്ങനെ നിസ്വാർത്ഥമായ ഉയർത്താൻ വേണ്ടി നമുക്കൊക്കെ സാധിക്കണം. അങ്ങനെ സാധിച്ച ഒരു വലിയ മനുഷ്യയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഇടൂഴി ഭവദാസൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരുപക്ഷെ ഞാൻ ധന്യമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മറ്റൊരു കവിവാക്യവും എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് ഏതൊരു കർമ്മത്തെയും നിർമ്മലമാക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനപ്പുറത്ത് മറ്റൊരു സൗരഭ്യമില്ല എന്നാണ് ആ കവിതയിൽ പറയുന്നത്. അതുപോലെ തന്നെ നിസ്വാർത്ഥത കൊണ്ടും അല്ലെങ്കിൽ ഏറ്റവും പവിത്രമായ നിർമ്മലമായ വിശുദ്ധമായിട്ടുള്ള ആത്മീയ ചൈതന്യത്താൽ ഈ ദിക്കുകളൊക്കെ തന്നെയും പ്രകാശപൂരിതമാക്കാൻ സാധിച്ച ഈ മനുഷ്യന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ശതപൂർണിമയുടെ സഹസ്രപൂർണിമയുടെ ഒരു രേഖാചിത്രമാണ് സുനീറായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പാകെ പ്രകാശിതമാക്കുന്നത്. ആ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നിരവധി ആളുകളും ഇതിൻ്റെ ഈ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, അതിനപ്പുറത്ത് കലാരംഗത്തെ, മറ്റ് വിവിധ മേഖലകളിലേക്ക് പ്രതിദാനം ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ മഹത്തുക്കളിലൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വേദി വളരെ ധന്യമാണ്. ഈ വേദിയെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ധന്യമാക്കളായിട്ടുള്ള മുഴുവൻ ആളുകളെയും സഹർഷം സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇന്നത്തെ ചടങ്ങിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഏറ്റവും ആദരണീയ വ്യക്തിത്വം ഡോക്ടർ KH സുബ്രഹ്മണ്യൻ അവർകളാണ്. നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിൻ്റെ എക്സിക്യൂഷനാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. നമുക്കൊക്കെ തന്നെ ഭാവനയിൽ പരിപാടികൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ വളരെ മനോഹരമായിട്ട് ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി ഏറ്റവും വലിയ വിജയം ആക്കി മാറ്റിയ അതിൻ്റെ അഗ്രഗണനീയ സ്ഥാനം അലങ്കരിച്ച് നമ്മോടൊപ്പം ഈ നാടിനോടൊപ്പം പ്രവർത്തിച്ച ഏറെ പ്രിയങ്കരനായിട്ടുള്ള ക്ഷേത്രകലാ അക്കാദമിയുടെ ചെയർമാനായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്നു പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ KH സുബ്രഹ്മണ്യൻ മാഷിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുക. മറ്റൊരു പ്രധാന വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ മാസിക പ്രകാശനം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും പ്രകാശനം ചെയ്യുമ്പോൾ നമ്മളൊരു പുസ്തകമൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടെത്തും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഈ സ്മരണിക എല്ലാവരും കൂടി എന്ന് പ്രകാശനം ചെയ്യുമ്പോഴും അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒരു പക്ഷേ മയില് ഇതാദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പരിപാടി, പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. നമ്മുടെ റിയർ അഡ്മിറൽ ശ്രീ K. മോഹൻ സാറാണ്. മോഹനേട്ടനെ വ്യക്തിപരമായിട്ട് അടുത്ത് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ സംഗമത്തിൽ ഉദ്ഘാടനമായിട്ട് പങ്കെടുക്കാൻ ഒരു ഭാഗ്യം എനിക്ക് വ്യക്തിപരമായി സിദ്ധിച്ചിരുന്നു. പള്ളിക്കുന്നിൽ കൂടാളി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അവിടുത്തെ പ്രാഥമിക പഠനത്തിന് ശേഷം അദ്ദേഹം വിവിധ കോളേജുകളിലൂടെ കേരളത്തിലെ അറിയപ്പെടുന്ന കോളേജുകളിലൊക്കെ തന്നെ പഠിച്ച് ഡിഗ്രിയുമൊക്കെ സമ്പാദിച്ച് അദ്ദേഹം നേവിയിൽ പൈലറ്റായിട്ടാണ് പ്രവേശനം, ഔദ്യോഗികമായിട്ട് സേവനത്തിൽ പ്രവേശിക്കുന്നത്. പിന്നീട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഓരോ ഉയർച്ചയും നമ്മുടെ കേരളം മുഴുവൻ വളരെ അഭിമാനത്തോടെ മലയാളികൾ നോക്കിക്കാണുകയായിരുന്നു. മലബാറിൽ നിന്നും ആദ്യമായിട്ട് റിയർ അഡ്മിറൽ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്ന വളരെ ഉയർന്ന ഔദ്യോഗിക സേവനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ സേവനം അനുഷ്ഠിച്ച മഹത് വ്യക്തിത്വമാണ് ശ്രീ റിയർ അഡ്മിറൽ ശ്രീ K. മോഹൻ സർ. അദ്ദേഹം ഇപ്പോൾ പള്ളിക്കുന്നിലാണ് താമസമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഇടൂഴി ആയുർവേദ ഫൗണ്ടേഷനുമായിട്ടും ഇവിടുത്തെ ഭവദാസൻ നമ്പൂതിരിപ്പാടുമായിട്ടും അവരുടെ കുടുംബങ്ങളുമായിട്ടും ഒക്കെ നിരന്തരമായിട്ടുള്ള ബന്ധം, വൈദ്യ ബന്ധം സ്ഥാപിച്ച് അങ്ങനെ ഇഴയടുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് നമുക്ക് പ്രകാശന കർമ്മം നിർവഹിക്കാനായിട്ട് കിട്ടി എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ള ഈ പരിപാടിയുടെ മറ്റൊരു വിജയമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റ് സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ സമ്പന്നമാക്കുന്ന മയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീമതി സന്ധ്യാസി, അതുപോലെ തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി PK വിജയാട്ടൻ സ്വാഗത സംഘത്തിൻ്റെ കൺവീനർ കൂടിയാണ്. വിജയാട്ടൻ
സാമ്പത്തിക സാങ്കേതികമായ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ എഡിറ്ററായ ശ്രീ രാധാകൃഷ്ണൻ പറയുകയുണ്ടായി. നമ്മളൊരു ജനുവരി 31 ഇത് ഇറക്കണം എന്നൊരു തീരുമാനമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഒരു കമ്മിറ്റി അവസാനിപ്പിച്ചിരുന്നത്. പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് വന്നു. എഡിറ്റിങ്ങിൻ്റെ പ്രശ്നം, അതിനിടയ്ക്ക് ഇതിൻ്റെ ലേഔട്ട് ഏറ്റെടുത്തിരുന്ന വ്യക്തിക്കുണ്ടായ വ്യക്തിപരമായ വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ, പിന്നെ പ്രൂഫ് റീഡിങ്. എന്തായാലും ഇന്ന് ആ വൈദ്യപൂർണിമയുടെ ഒരു പൂർണ്ണത ഈ സ്മരണിക പ്രകാശനത്തോടു കൂടിയിട്ട് നടക്കുകയാണ്. വളരെ ഈടുറ്റ ഒരു സ്മരണികയാണ്. ഈടുറ്റ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മളിവിടെ പുറത്തിറക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹായ സഹകരണവും ഒക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. അതൊക്കെ ഈ വൈദ്യരുടെയും ആ പാരമ്പര്യത്തിൻ്റെയും ഇവിടെ ഇന്ന് വൈദ്യശാല ജനങ്ങൾക്കിടയിൽ കാണിക്കുന്ന പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു നന്മയുടെ പ്രതീകമായിട്ട് ഞാൻ കരുതുകയാണ്. ഈ സ്മരണിക ഒരുപാട് ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകും. ഭാവി തലമുറയ്ക്ക് അത് വലിയൊരു മാർഗ പ്രദീപമായിട്ട് തീരും എന്നെനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷത്തോടുകൂടി ഈ വൈദ്യപൂർണിമ എന്നതിൻ്റെ സമാപനം ഇതോടുകൂടി നടക്കുന്നു എന്നൊരു സൂചന കൂടി തന്നുകൊണ്ട് വൈദ്യപൂർണിമ സ്മരണികയുടെ ഔപചാരികമായ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ റിയൽ അഡ്മിറൽ കെ മോഹനൻ, അദ്ദേഹത്തെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും നമ്മുടെ വേദി അലങ്കരിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രകാശനം സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് എഡിറ്ററോട് പറയുകയുണ്ടായി. അത് റിയൽ അഡ്മിറൽ ശ്രീ കെ മോഹൻ അത് പ്രകാശനം ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും അത് ഓരോ കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പ്രകാശനത്തിൽ പങ്കാളിയാവുന്നു. അതാണ് സ്മരണികയുടെ പ്രകാശനത്തിൻ്റെ ചടങ്ങ്. അത് നിർവഹിക്കുന്നതിനായി സാദരം റിയൽ അഡ്മിറൽ ശ്രീ മോഹനെ ക്ഷണിക്കുന്നു. സാംസ്കാരികമായിട്ടും ബാക്കിയുള്ള എല്ലാ ഫീൽഡിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് മനസ്സിലായി, ഈ ഫാമിലിയും കൂടാളി താഴത്തെ വീട് ഫാമിലിയും കല്യാട്ട് താഴത്തെ വീട് ഫാമിലിയും തമ്മിൽ പണ്ട് കാലത്ത് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ മലബാറിലുള്ള ഒരുവിധം എല്ലാ ആക്ടിവിറ്റീസും, പല വിധത്തിലുള്ള ആക്ടിവിറ്റീസും കോർഡിനേറ്റ് ചെയ്ത് ഈ 3 ഫാമിലീസാണ്. ആ കൂടാളിത്താഴത്തെ വീട്ടിലാണ് എൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കല്യാട്ട് താഴത്തെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിമിത്തം ആയിട്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. എനിക്കതിൽ വളരെ അഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഡെഡിക്കേഷൻ, ഇവിടെ വെറും ഫൈനാൻസസ് ചെറിയൊരു ഭാഗം മാത്രമാണ്, ബാക്കിയുള്ള ആ സർവീസ് ടു ദ നേഷൻ. ഞാൻ ചെയ്തു, എൻ്റെ ജോലി ഇതായിരുന്നു, സർവീസ് ടു ദ നേഷൻ. നമ്മുടെ സ്വന്തം ആരോഗ്യവും സ്വന്തം ജീവിതം പോലും പണയം വെച്ചുള്ള ജോലിയായിരുന്നു എൻ്റേത്. ഇവിടെയും അതുപോലെ സ്വയം എന്തെങ്കിലും നേടണമെന്നുള്ളതുകൊണ്ടില്ല, നാട് നന്നാവണം, നാട് വളരണം, നമ്മുടെ കേരളത്തിൻ്റെ തനിമയായ ആയുർവേദം പടർന്ന് പന്തലിക്കണം. അതുപോലെ എത്രയോ റിസർച്ച് സെൻറ്ററുകൾ ഇവിടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു, എന്നും വരാനുണ്ട് എന്നുള്ള ഇത് വിവരവും എനിക്കിവിടെ വന്ന സമയത്താണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ പ്രസ്ഥാനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ഭവദാസൻ നമ്പൂതിരിക്ക് ഞാൻ ഇനിയും ആയുസ്സും കഴിവും ആ എനർജിയും 100 വയസ്സിലും ഇതേ എനർജിയിൽ ഇതിനെക്കാട്ടും കൂടുതൽ എനർജിയിൽ മുന്നോട്ടുണ്ടാകുന്നുള്ള ശുഭാപ്തി വിശ്വാസം എന്നിലുണ്ട്. ഞാൻ ഐ വിഷ് ഓൾ ദ ഫങ്ഷൻ ഞാൻ ഫോർമലായിട്ട് ഇത് റിലീസ് ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഇത്തരമൊരു ആഘോഷ പരിപാടിയുടെ സംഘാടനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ ജൂലൈ ആഗസ്റ്റ് മാസം ശതപൂർണിമ പരിപാടിയെ എങ്ങനെയാണ് മയ്യിലെ ജനത അല്ലെങ്കിൽ മയ്യിലും ചുറ്റുവട്ടത്തുമുള്ള ജനത സ്വീകരിച്ചത് എന്നത് വൈദ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ ബഹുമാനമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു ജനകീയനായ ഡോക്ടർ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യമാകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. അത് വലിയ പരിപാടികളോടെ സാംസ്കാരിക രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും സാംസ്കാരിക രംഗത്തെയൊക്കെ പ്രമുഖർ പങ്കെടുത്തു എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതയാണ്. ടി പത്മനാഭൻ മുതൽ ഇങ്ങോട്ട്, വി മധുസൂദനൻ നായർ മുതൽ ഇങ്ങോട്ട്, കൈതപ്രവും, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ തന്നെ ഒരു പരിപാടിയായി അത് മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു കാലഘട്ടത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ നമ്മളിവിടെ പ്രകാശനം നിർവഹിച്ചിട്ടുള്ള സ്വപ്നം. എല്ലാ കാലത്തേക്കും ആ കാലഘട്ടം എങ്ങനെയായിരുന്നു കടന്നത്, 2 നൂറ്റാണ്ടിലധികം കാലം വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിച്ചുള്ള, പ്രത്യേകിച്ച് ആയുർവേദ മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം സംക്ഷിപ്തമായി ഇതിൽ വിവരിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. ഒരു ജനകീയ ഡോക്ടർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് എങ്ങനെ മാറി, അത് പുതിയ കാലത്ത് അടുത്ത തലമുറ കൂടി അത് എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ അടയാളപ്പെടുത്തൽ എല്ലാ കാലത്തേക്കും മറ്റുള്ളവർക്ക് കൂടി, വരുന്ന തലമുറക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും പ്രത്യേകതയാണ്. അതിന് നേതൃത്വം പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ഒരു ചരിത്രത്തെ നോക്കിക്കണ്ടുകൊണ്ട് മുമ്പോട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിന്നോട്ട് നോക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മോട്ടോർ കാറ് അല്ല ഒരു മോട്ടോർ വാഹനം ഓടിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സുഗമമായി മുമ്പോട്ട് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണാടിയിലൂടെ ഒന്ന് പിന്നോട്ട് നോക്കാം. ആ പിന്നോട്ട് നോക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് സുഗമമായി മുമ്പോട്ട്. അപ്പോൾ പിന്നിൽ കഴിഞ്ഞു പോയ ഒരു കാലമുണ്ട്. ആ കാലം ഇവിടെ കാത്തു സൂക്ഷിച്ചത് ഇവിടുത്തെ മനുഷ്യന്മാർക്ക് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഈ മയ്യിൽ സൃഷ്ടിച്ചു എന്നുള്ളത്, അതിന് കടമപ്പെട്ട, അതിന് വിധേയപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ആനുകൂല്യം പറ്റിയ ഒരു തലമുറയിൽപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഈ കാലത്ത് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനം തോന്നുകയാണ്. ഇത്രമാത്രമേ സംസാരിക്കാനുള്ളൂ. വൈദ്യർക്ക് എല്ലാവിധ ആരോഗ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ മാത്രമല്ല, നമ്മുടെ ജില്ല തന്നെ ഇപ്പം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ തന്നെ ഈ നാമധേയം ഓർക്കത്തക്ക രീതിയിൽ വ്യാപരിക്കുന്ന ഒരു മഹത് വ്യക്തിയുടെ ശതവാർഷിക ആഘോഷം നാടാകെ എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയ ഈ സുവനീർ, ആ സുവനീറിൽ അതിലൊരു നഖചിത്രം അല്പം മാത്രമേ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. വളരെ വിശാലമായ ഒരു 1.5 നൂറ്റാണ്ട് കാലം ആയി ഈ ഇടൂഴി ഇല്ലം എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും വളമേകിയത്, സുലഭലമായത് എന്ന് അതിൻ്റെ അനുഭവസ്ഥരായ ആളുകളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഈ തരുണത്തിൽ അദ്ദേഹത്തിന് ഇതിന് പാത്രീഭൂതനായ ബഹുമാനപ്പെട്ട വൈദ്യർക്ക് എല്ലാവിധ ആരോഗ്യങ്ങളും ആശംസകളും നേർന്നു. ഇടൂഴി ചോദിച്ചാൽ തന്നെ എല്ലാവർക്കും ഇന്നത് അറിയുന്ന മയിൽ പ്രദേശത്തെ ധന്യമാക്കുന്ന ഒരു ഇത് തന്നെയാണ് ഇടൂഴി ഇല്ലവും. അതുപോലെ തന്നെ അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റും അവരുടെ ആയുർവേദവും എല്ലാം തന്നെ വളരെ പ്രശസ്തമാണ്. അത് ഇപ്പം ഞാൻ പറയേണ്ടതില്ല, ഇവിടെ പറഞ്ഞവരെല്ലാവരും തന്നെ അത് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ വൈദ്യർ എപ്പോഴും കാണുമ്പോഴും ഒരു നല്ല പോസിറ്റീവ് എനർജിയാണ് അവർ നമുക്ക് കാണുമ്പോൾ തന്നെ
ഇവിടെ വന്നിട്ട് തന്നെ 25 വർഷത്തോളമായി അദ്ദേഹത്തെ ഞാൻ അധികവും കാണുകയും എന്താവശ്യങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിയെത്താറുണ്ട്. അപ്പോൾ നമ്മളെ മയിൽ പ്രദേശത്ത് ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വളരെയധികം സന്തോഷം. അദ്ദേഹത്തിന് എല്ലാവിധ ആരോഗ്യങ്ങളും നൽകി ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നൽകുന്നു. ഇടൂടി വൈദ്യന്മാരും ഇടൂടി ഇല്ലവും ഈ നാടിൻ്റെ എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയുടെ ചിലപ്പോൾ ഇന്ത്യയുടെ ആകെ തന്നെ അതിന് വഹിച്ചിട്ടുള്ള പ്രാധാന്യം എത്രമാത്രം വലുതായി ഇരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങളെ പോലെ എനിക്ക് ഉറപ്പുറ പോകാൻ പഠിക്കാൻ വേണ്ടി സാധിച്ചത്. ഈ ഇല്ലത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇന്നത്തെ കേരളത്തെ വാർത്തെടുക്കുന്നതിൽ അല്ലെ മലയാളികളെ വാർത്തെടുക്കുന്നതിൽ എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് ഒരു 5 നൂറ്റാണ്ട് മുമ്പെങ്കിലും മനുഷ്യൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങിയ വൈദ്യന്മാരായിരുന്നു അല്ലെങ്കിൽ നമ്പൂതിരിമാരായിരുന്നു ഇടൂഴി ഇല്ലത്തുണ്ടായിരുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ അത്ഭുതകരമായിട്ട് കാര്യം തന്നെയാണ്. ജനിച്ച കാലം തൊട്ട് ഈ മയിലുമായിട്ട് ഈ മയിൽ പ്രദേശവുമായിട്ട് ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന ആൾ എന്നുള്ള നിലക്ക് കഴിഞ്ഞൊരു 5-10 വർഷമായി എല്ലാ ദിവസവും കുറേ പൂർണ്ണ സമയവും മയിൽ ടൗണിലാണ് എന്നുള്ളതുകൊണ്ടും മനുഷ്യവാസമുള്ള എല്ലാ വൻകരയിൽ നിന്നും ഈ വൈദ്യശാലയിലേക്ക് ചികിത്സ തേടി ആളുകൾ വരുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ലോകത്തിൽ എത്രയോ ഭാഷ സംസാരിക്കുന്ന ആളുകളുമായി പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായി എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ചികിത്സക്കെത്തുന്ന പല ആളുകളും എൻ്റെ സ്ഥാപനത്തിലേക്ക് യാദൃശ്ചികമായിട്ടെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ ബോധപൂർവം വന്നപ്പോഴാണ് എനിക്ക് വേറെ കൗതുകം തോന്നിയിട്ടുള്ളത്. ഇവിടെ ശതപൂർണിമ ആഘോഷിച്ച് ഇപ്പോൾ അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഈ ചടങ്ങിന് എത്തിച്ചേർന്ന ബഹുമാനായിട്ടുള്ള ഞാൻ വളരെ ആദരിക്കുന്ന ശ്രീ ഇടൂഴി പത്മദാസ് നമ്പൂതിരിക്ക് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ സമയം രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഡോക്ടർ KH സുബ്രഹ്മണ്യൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണെങ്കിൽ ആണ് ഞാൻ വ്യക്തിപരമായി അതിന് മുന്നേ ധാരാളം കിട്ടിയിരുന്നെങ്കിലും
കൂടുതൽ അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചത്. വ്യക്തിപരമായി വേറെ ഞാൻ കടപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ കെ സുബ്രഹ്മണ്യൻ എന്നുള്ളത് പ്രത്യേകം ഇവിടെ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിന് നിങ്ങളുടെയൊക്കെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ രാധാകൃഷ്ണൻ മാണിക്കൊത്ത്, ഞങ്ങൾ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്, ചെറുപ്പകാലം മുതലേ അറിയുന്നവരാണ്. വ്യക്തിപരമായും അദ്ദേഹത്തോട് കടപ്പാടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളുടെ എല്ലാ പേരിലും, ഈ ചടങ്ങിൻ്റെ പേരിൽ, സ്വന്തം പേരിലും അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ സോവനീറിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. റിയർ അഡ്മിറൽ കെ മോഹനൻ. അദ്ദേഹത്തെ ഈ നാടിൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തർക്ക് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സന്ധ്യ സി അവരുടെ ഈ നാടിന് വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ശ്രീ പി കെ വിജയൻ ഈ സോവനീറിൻ്റെയും അല്ലെങ്കിൽ ഈ പൂർണിമ വാർഷിക ആഘോഷ കമ്മിറ്റിയുടെയും എല്ലാമായി പ്രവർത്തിച്ച ശ്രീ പി കെ വിജയനെ ഈ നാടിനു വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി പ്രകാശിക്കുന്നു. കെ സി ഹരീഷ് മാസ്റ്റർ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എന്തോ അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഈ ചടങ്ങിന് എത്താതിരുന്നത്. ഈ പൂർണിമ ആഘോഷ കമ്മിറ്റിയുടെ ആദ്യവസാനം സോവനീർ കമ്മിറ്റിയിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കെ സി ഹരീഷ് മാസ്റ്ററെ ഈ നാടിനു വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി അറിയിക്കും. ശ്രീ കെ കെ രാമേന്ദ്രൻ ഈ നാട്ടുകാരനാണ്, ഈ പ്രദേശത്തുകാരനാണ്. ഈ പൂർണിമ ആഘോഷ കമ്മിറ്റിയുടെ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്ന അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ശ്രീ കെ രാജഗോപാൽ, ഡോക്ടർ കെ രാജഗോപാൽ ഇടുകുഴി ഇല്ലവും ഈ ആയുർവേദ ഫൗണ്ടേഷൻ്റെ ആവശ്യമെന്ന് പറയുന്ന മാസികയുടെ എല്ലാമായി പ്രവർത്തിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഈ പൂർണിമ ആഘോഷ കമ്മിറ്റിയുടെ ആദ്യവസാനം അതിനുവേണ്ടി എത്തിച്ച അദ്ദേഹത്തെ ഈ നാടിനു വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. ശ്രീ കെ പി കുഞ്ഞകൃഷ്ണൻ, അദ്ദേഹം അനാരോഗ്യം കൊണ്ടാണ് ഇന്നിവിടെ എത്താതിരുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള ശതാഭിഷേക ആഘോഷ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സോവനീർ കമ്മിറ്റിയുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ നാടിനു വേണ്ടിയും ഈ ചടങ്ങിന് വേണ്ടിയും സ്വന്തം പേരിൽ അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്നുള്ളതാണ് നമ്മളതിൽ ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അന്ന് നമ്മളവിടെ ഉദ്ഘാടനം ചെയ്ത 2 സുപ്രധാന പദ്ധതികളുണ്ട്. അതിൽ ചെറിയൊരു അത് ഇപ്പോൾ എത്തി നിൽക്കുന്നതൊന്ന് നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു സമയം ചോദിച്ചത്. അതിൽ ഒരു സുപ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു ഇതം ഹോം കെയർ പദ്ധതി എന്നുള്ളത്. അത് കിടപ്പ് രോഗികളായിട്ടുള്ളവർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ
വീടുകളിൽ തന്നെ ചിലപ്പോൾ മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും അവർക്കൊരു വൈദ്യസഹായം തേടി വരാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന റെഗുലറായിട്ടുള്ള ഒരു പരിചരണം അത് ഇവിടുത്തെ നമ്മുടെ ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, ഫാർമസി സ്റ്റാഫുകൾ ഒക്കെ ഒരു സംഘം കൃത്യമായ ഇടവേളകളിൽ ഈ രോഗികളുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന രോഗി പരിചരണവും അവർക്ക് വേണ്ടുന്ന മറ്റ് സഹായ സഹകരണങ്ങളും മരുന്നുകളടക്കം നൽകിക്കൊണ്ട് നടന്നു വരുന്ന പരിപാടിയാണ്. അപ്പോൾ അത് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷം കാലയളവായി അത് കൃത്യമായിട്ട് നടന്നു വരുന്നു. ഇനിയും ആ പദ്ധതിയെ കൂടുതൽ വിപുലപ്പെടുത്താൻ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇടൂഴിയില്ലം ഫൗണ്ടേഷന് വളരെ ഇതായിട്ടുള്ള തയ്യാറെടുപ്പിട്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫുകൾ, ഡോക്ടർമാരടക്കം മറ്റ് സ്റ്റാഫുകൾ, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എല്ലാവരും അതൊരു സേവന മനോഭാവത്തോടു കൂടി അത് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. അവരുടെയും കൂടി സഹകരണം കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ നമുക്ക് നടപ്പിലെടുത്താൻ കഴിയുന്നത്. ഞാൻ പഞ്ചായത്ത് മെമ്പറുടെയും കൂടി ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ പഞ്ചായത്തിൽ അത്തരം രോഗികൾ, ചികിത്സാ സഹായം ആവശ്യമുള്ള അത്തരം രോഗികളുണ്ടെങ്കിൽ, ആയുർവേദ ചികിത്സ സംബന്ധിച്ച ഇതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നിങ്ങൾ ഓരോരുത്തർക്കും തന്നെ, കാരണം നാടിന്റെ വിവിധ പൾസുകൾ അറിയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിസരത്തോ നിങ്ങളുടെ അടുത്തോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രസ്റ്റിന് അത് കൃത്യമായിട്ടുള്ള ഒരു വിവരം തരികയാണെങ്കിൽ നമ്മുടെ ആയുർവേദ രീതിയിലുള്ള ഏത് തരത്തിലുള്ള സേവനങ്ങളും അവർക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടുന്ന അല്ലെങ്കിൽ രോഗി പരിചരണത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും നൽകാൻ പൂർണ്ണമായും സൗജന്യമായിട്ട് നൽകാൻ നമ്മുടെ ടീം അംഗങ്ങൾ തയ്യാറാണ്. അത് നടന്നു വരുന്നുണ്ട്. അത് അന്ന് മുതലായിരുന്നു വൈദ്യപൂർണിമയുടെ ഭാഗമായിട്ടായിരുന്നു അത്തരം ഒരു പരിപാടി വിഭാവനം ചെയ്തത്. അത് ഒരു പ്രധാന പരിപാടി. മറ്റൊരു സുപ്രധാന പരിപാടി നടന്നു വരുന്ന അന്നജം എന്നൊരു പദ്ധതിയായിരുന്നു. അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വിശപ്പുരഹിത മയിൽ എന്ന ആശയത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്നജം എന്നൊരു പദ്ധതി. അത് ഇവിടെ എത്തിച്ചേരുന്ന, കാരണം മയിൽ എത്തിച്ചേരുന്ന ഏതൊരാൾക്കും ഏത് ഭക്ഷണം നമുക്ക് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഒരു മുടക്കമില്ലാതെ എല്ലാ ദിവസവും ഇന്ന് ഈ പദ്ധതി കൃത്യമായിട്ട് ഇവിടെ നടന്നു വരുന്നുണ്ട്. ഞങ്ങളുടെ ക്യാൻറ്റീനിലെ സ്റ്റാഫ് അംഗങ്ങളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അവരുടെ ഒരു കൃത്യമായിട്ടുള്ള സേവന മനോഭാവത്തോടുള്ള പ്രവർത്തനം ഇതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഇടൂഴി നഴ്സിംഗ് ഹോം ക്യാമ്പസിൽ ഇത്തരം ഒരു സൗജന്യ ഭക്ഷണ വിതരണം ഏതൊരാൾക്കും ധൈര്യപൂർവ്വം ഇവിടെ കടന്നു വരാവുന്നതാണ്. അങ്ങനെ പലരും ഇവിടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ആർക്കും കടന്നു വരാവുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. അതും നമ്മുടെ പഞ്ചായത്തിൽ ആർക്കെങ്കിലും അത് ഇതാക്കണമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് വിവരം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കടകളിലെല്ലാം പലരും ജോലി ചെയ്യുന്നവരും ഒക്കെ ഈ ഒരു രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ ആർക്കും ഈ ഒരു ഇതുമില്ലാതെ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാക്കാവുന്നതാണ്. അത് നമ്മുടെ ഇടൂഴി നഴ്സിംഗ് ഹോം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ക്യാമ്പസിൽ തന്നെ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അതിനുള്ള സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇതിലോ ആ ഒരു രീതിയും കൂടി അതും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിയത്. അതുപോലെ മറ്റൊരു പദ്ധതിയായ വിഷൻ കെയർ സെന്റർ, അതായത് കാഴ്ച പരിമിതമായിട്ടുള്ള ആൾക്കാർക്കുള്ള അവരുടെ സ്വയം പര്യാപ്തത നേടിയെടുക്കാനുള്ള വിഷൻ കെയർ സെന്റർ, അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുന്നതാണ്. അതും നിരവധി ഇത്തരം കാഴ്ച പരിമിതിയുള്ളവർക്ക് വളരെ സഹായമാവുന്ന രീതിയിലാണ് ട്രസ്റ്റ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങളുടെ ഏതൊരു ഉപദേശ നിർദ്ദേശങ്ങൾ കൂടി ഇതിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ട്രസ്റ്റ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആർക്കും ഇതിലേക്ക് ആരെയും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി കിടപ്പ് രോഗികളായിട്ടുള്ളവർ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു സേവന ഇത് നമുക്ക് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവർക്ക് ഇതില് ഒരു അവരുടെ രോഗി ചികിത്സയിൽ ഒരു സഹായം ഇത് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതാണ്. അവർക്ക് കിടത്തി ചികിത്സ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ഞങ്ങൾക്ക് അതിൽ ആവശ്യമുള്ളവർ ആ രീതിയിലും ഇതിൽ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് കിടത്തി ചികിത്സ ഒരു സംവിധാനം ട്രസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിലെ ഈ സമയം ഉപയോഗപ്പെടുത്തിയത്. ഇതിലൊക്കെ ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളും പല സന്നദ്ധ സാമൂഹ്യ രംഗത്തെ നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ ഉമേഷ് അവരുടെ വിവരണത്തിൽ നിന്ന് വൈദ്യപൂർണിമയുടെ ഔപചാരികമായ പരിപാടികൾക്ക് ഇവിടെ അവസാനിക്കുന്നുവെങ്കിൽ കൂടിയും
വൈദ്യപൂർണിമയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സുപ്രധാന പദ്ധതികൾ കൂടുതൽ ജനോപകാരപ്രദമായ രീതിയിൽ കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസമകരുന്ന രീതിയിൽ കൊണ്ടു നടത്താൻ വേണ്ടിയിട്ട് ഏർപ്പാടുകളിലൂടെ ചെയ്തു വരികയാണ്. തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊണ്ട് ഈ ഇടൂഴി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ പ്രദേശത്തെ ആൾക്കാരുടെ ഏറ്റവും വിശാലമായ മനസ്സ് ഈ പരിപാടികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതേവരെ കൊടുത്തു പോകുന്നത് മാതിരി തന്നെ ഭാവിയിലും കൊടുത്തു പോകും. തീർച്ചയായിട്ടും അന്നജവും ഇതം നമ്മമ്മ എന്ന ഈ പരിപാടിയും ഈ വൈദ്യപൂർണിമയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെട്ട രണ്ടും സമൂഹത്തിൽ വളരെയധികം ആശ്വാസം പകർന്നുകൊണ്ട് ഒരു മാതൃകയായിട്ട് മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് ആശിക്കാം, പ്രതീക്ഷിക്കാം. അതിനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും ഇടവകയുമായി ബന്ധപ്പെട്ട ഈ വൈദ്യശാലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പഞ്ചായത്ത് വാർഡ് മെമ്പർ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും ആവശ്യമായി വരുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരുമിച്ച പ്രവർത്തനം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇടവകി എല്ലാം ഉയർത്തിപ്പിടിച്ച ആ മഹനീയമായ പൈതൃകവും പാരമ്പര്യവും ഭാവിയിലും പിന്തുടരപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം, പ്രതീക്ഷിക്കാം. അതുണ്ടാകുമെന്ന് വളരെ വിശ്വാസപൂർവ്വം നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ചിടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വൈദ്യപൂർണിമയുടെ ഭാഗമായിട്ട് നടന്ന ഈ സ്മരണിക പ്രകാശന ചടങ്ങ് ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ഇത് എന്തെങ്കിലും പോരായ്മകൾ വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയപൂർവ്വം ക്ഷമിക്കണമെന്ന് ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്മരണിക തീർച്ചയായിട്ടും എല്ലാവരുടെയും കയ്യിൽ എത്തിച്ചേരാൻ വേണ്ട സംവിധാനം ഉടനടി ഉണ്ടാകും. അതെത്തും. അത് നമ്മുടെ ഈ പ്രദേശത്തും ഇതെത്തിച്ചേരുന്ന പ്രദേശത്തുമൊക്കെ ഇടവകയുഗത്തിൻ്റെ വൈദ്യപാരമ്പര്യത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ജനകീയ പ്രവർത്തനത്തെക്കുറിച്ചും ഒരു പുതിയ അറിവുണ്ടാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ സ്നേഹപൂർവ്വം എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. നന്ദി.